മാനസികമായ അടുപ്പമാണ് പ്രധാനം. അതുണ്ടാവോന്നറിയാതെ ഒരു പുരുഷനുമായി ആജീവനാന്ത കരാറിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 3 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി തീരുമാനിക്കാവുന്നു. തറവാട്ടി താമസിച്ചാലൊന്നും ശരിയാവില്ല ശൈലജെ. റോയിച്ചിന് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതായിരുന്നു ഇഷ്ടം. കിട്ടുന്ന കാശ് മുഴുവനും അവിടെ ചെലവാക്കും. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ പിടിച്ച പിടിയാലെ ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു. നമ്മുടെ ജീവിതത്തിനൊരു സ്വാതന്ത്ര്യവും സുഖം കിട്ടണമെങ്കിൽ മാറി തന്നെ താമസിക്കണം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും വാങ്ങണമെങ്കിൽ ആരോടും അനുവാദം ചോദിക്കണ്ടല്ലോ, ആരെയും കണക്കും ബോധിപ്പിക്കണ്ട. ഷൂട്ടിംഗ് കാണാൻ കുട്ടന്മാരെ കൂട്ടല്ലേ, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? സഞ്ജു, വാട്ട് നോൺസെൻസ്. സോറി, കല്യാണം കഴിഞ്ഞ അല്പം പ്രൈവസി ഒക്കെ വേണം. ഹണിമൂൺ പോയപ്പോഴും കുട്ടന്മാരെ കൂട്ടണം. അന്ന് ഊട്ടി, മദ്രാസ്, കാശ്മീർ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം. അവസാനം എല്ലാം സ്പോയിലായില്ലേ. ഒരു സിസ്റ്റേഴ്സ് ക്രേസ്. ഇനി അത്രയ്ക്കൊന്നും വേണ്ട. 400 കൊടുത്താ നല്ല കൈപ്പുണ്യുള്ള അടുക്കളക്കാരികൾ കിട്ടുമ്പോ നമ്മളെന്തിനാ വെറുതെ രുചിയില്ലാത്ത ഫുഡ് കഴിക്കുന്നേ? മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കാനുള്ളതാണോ? ഫാസ്റ്റ് ഫുഡിന് എന്താ ടേസ്റ്റ് ഇല്ലേ? ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പണമെന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ല.